ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബറുടെ പഴയ ഒരു ക്ലബ് ഹൗസ് ചർച്ച. ഈ ഒരു വിവാദത്തിന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തുടക്കം കുറിച്ചത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലാണ്. അവരാണ് ഇന്ന് രാവിലെ ഈ ഒരു സബ്ജക്റ്റ് കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും വന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ പച്ചത്തെറി വിളിക്കുകയും വേണ്ടി വന്നാൽ അദ്ദേഹത്തിനെ ചാവേർ സ്ഫോടനത്തിലൂടെ വധിക്കുമെന്നും ഷെഫീന ബീവി പറയുന്ന ആ ഒരു ക്ലബ് ഹൗസ് ചർച്ച വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിരിക്കുന്നത് മറുനാടൻ മലയാളിയാണ്. പക്ഷെ മറുനാടൻ മലയാളിയേക്കാളും മുൻപ് ഈ ഒരു വിഷയം സജീവമായിട്ട് ഇന്നലെ മുതൽ തന്നെ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർക്കെതിരെ ധാരാളം ആളുകൾ പരാതി കൊടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ. ഇത്രയും നാളും ഷെഫീന ബീവി രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു കേസ് എപ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഈ കേസ് നൽകുന്ന ആളുകൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ജാൻമണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനെയും അപമാനിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് കോഴിക്കോട് സൈബർ സെല്ലിൽ ഒരു പരാതി നൽകി. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാൻമണിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഷെഫീന ബീവിക്കെതിരെ ഏത് വകുപ്പിലാണ് കേസ് കൊടുക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ വഴിക്ക് നീങ്ങാനുള്ള നടപടിയാണ് ഞങ്ങൾ എല്ലാവരും നോക്കുന്നത്. എന്തായാലും എന്നോട് ഈ പറയുന്ന ക്ലബ് ഹൗസ് ചർച്ചയുടെ ആ ഒരു ഓഡിയോ, അതായത് നിങ്ങൾക്ക് ഇന്ന് മറുനാടൻ കണ്ട ആ ഒരു ഓഡിയോ ആവശ്യപ്പെട്ടുകൊണ്ട് 1-2 പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാനത് അവർക്ക് കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. അതുകൂടാതെ അവർക്കൊരു ട്രംപ് കാർഡ് കൂടി ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. അതായത് ഷെഫീന ബീവി തന്നെ അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് തനിക്ക് യാതൊരു തരത്തിലുള്ള വൈകല്യവുമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ അവർ പ്രൈവറ്റ് ചെയ്തു. സോ ഞാൻ ആ ഒരു വീഡിയോയുടെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്ത വ്യക്തികൾക്ക് കൈമാറി. കാരണം മറ്റൊന്നുമല്ല, ഇവരെ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് അംഗവൈകല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ രക്ഷപ്പെടുന്ന ഒരു പതിവുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. എന്തായാലും അതും അവർക്ക് ഉപകാരപ്പെടുമായിരിക്കാം. എന്നാലും ഞാനിവിടെ ഇന്ന് ഷെഫീന ബീവി മറുനാടന് നൽകിയ മറുപടിയുടെ ചെറിയൊരു പോർഷൻ വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പോർഷനകത്ത് ഇവരുടെ ഫേസും കാണിക്കുന്നില്ല. അത് കണക്കിന് വോയിസ് മോഡുലേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ സ്ട്രൈക്ക് തരും. ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി വലിയൊരു ബ്രാൻഡാണെന്നൊക്കെ സ്വയം അവകാശപ്പെടുമെങ്കിലും ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ത്രാണിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർ സ്ട്രൈക്ക് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാഹസത്തിന് യൂട്യൂബിൽ മുതിരാത്തത്. എന്നാലും ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതും ട്വിറ്ററിൽ വരുന്നതുമായിട്ടുള്ള വേർഷനുകളിൽ കൃത്യമായിട്ട് ഇവരുടെ ഫേസും അതേപോലെ തന്നെ ഓഡിയോയും യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ഇന്ന് ഷെഫീന ബീവി മറുനാടൻ മലയാളിക്ക് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം. കുറേ കോൾസ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ കമന്റിനുള്ള ഒരു മറുപടിയാണ്. ഫസ്റ്റ് തിങ്, നോണ പറയുന്ന ഒരു വൃത്തികെട്ട സത്വത്തിനെതിരെ ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണത്? ഈ മലനാടൻ എന്ന് പറയുന്ന ചാനൽ പബ്ലിഷ് ചെയ്ത ഒരു കാര്യം എവിടെയാണ് ഈ ഒരു സംഗതി നടന്നത്? ഇപ്പൊ റീസെന്റ് വല്ലതും നടന്ന സംഗതിയാണോ? ആരെങ്കിലും തെളിവുണ്ടോ അത് ഞാനാണെന്നുള്ളത്? ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാതെ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ കേട്ട് എടുത്തിട്ട് ഇപ്പൊ ഷെഫീനെ അങ്ങ് മൂക്കി പിടിക്കാന്ന് പറഞ്ഞാൽ അയാൾ കൊണ്ടുവന്നിട്ടൊരു നുണക്കഥ മാത്രമാണത്. അതിന് അയാൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടുക തന്നെ ചെയ്യും. പിന്നെ എന്തോരം കേസുകളുള്ള ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. മാന്യമായി സംസാരിക്കണം എന്ന് പറയുന്ന ഈ വ്യക്തി കൊന്നു കളഞ്ഞ കുറെ പേരുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരട്ടെ. എത്ര മനുഷ്യരെയാണ് ഇയാള് ജീവൻ എടുക്കാനുള്ള ഒരു പ്രേരണാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് അറിയാമോ? നുണപ്രചരണത്തിൽ കൂടെ തന്നെ എത്ര പേരുണ്ട് അങ്ങനെ. എന്തെല്ലാം നുണക്കഥകളാണ്. പിന്നെ ജയിലിൽ പോണ ആര്യ എടാ, നടുറൊട്ടിയിട്ട് ഇടി കിട്ടിയത് നിനക്കാണ് എനിക്കാണ്? ജയിലിൽ പോകാനായിട്ട് നീ എത്ര വട്ടം പോയി? ഈ വിഷയം നടന്ന് ഒരുപാട് 6 വർഷത്തിന് മേളിലായി, 6-7 വർഷത്തിന് മേളിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് വിഷയത്തിൽ ഞാൻ നടത്തിയ ഒരു
അന്ന് നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് നടന്ന സംഭവമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് തെറി വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തെറി തരുമ്പോൾ അങ്ങോട്ട് തെറിയെ കൊടുക്കാൻ പറ്റും, അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് വേദാന്തമൊന്നും ഓതാൻ പറ്റത്തില്ല. പച്ചയ്ക്ക് വന്ന് അർത്ഥ വർത്തമാനം സംഘി പറഞ്ഞു, സംഘി കേട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഒരു കോണ്ടസ്റ്റ്. അത് അന്ന് പിന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു പരിഗണനപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമാധികാരികൾ ഉണ്ടല്ലോ, അവരത് പരിഗണിക്കുമായിരുന്നു. സോ ഇതിനകത്ത് തുടക്കത്തിൽ ഷെഫീന ബീവി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു വിഷയത്തിന് തെളിവുണ്ടോ എന്ന്. ഇതിന്റെ അവസാനം ഇവർ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് 6-7 വർഷം മുൻപ് നടന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി എന്തായാലും നിങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇത് കോടതിയിലേക്ക് വരികയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ വാദിക്കുകയാണ് ഇത് നിങ്ങളുടെ വോയിസ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കോടതി ഫോറൻസിക്കിന് കൈമാറും. ഈ തെളിവുകൾ അവർ കൃത്യമായിട്ട് ഈ ഒരു തെളിവ് പരിശോധിക്കും. ഇത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങളുടെ വോയിസ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത് എഡിറ്റഡ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ഫോറൻസിക്കുകാർക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തേക്ക് വരും. എന്തായാലും അതിനൊക്കെയുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് എവിഡൻസ് വാങ്ങിയ ആളുകൾ കോടതിയിലേക്കാണ് പോകുന്നത്. അതുകൂടാതെ എൻ്റെ പരിചയത്തിലുള്ള 1-2 വ്യക്തികൾ, തിരുവനന്തപുരം നിവാസികളായിട്ടുള്ള 1-2 വ്യക്തികളും കൂടി ഈ ഒരു വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു പക്ഷേ നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കെതിരെ കേരളത്തിൽ ഉടനീളം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതും ജാൻമണിക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ വകുപ്പിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ BJP പ്രവർത്തകരുടെയും അണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഒരു വീഡിയോ തന്നെ മതി ഷെഫീന, നിങ്ങളാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു വീഡിയോ മുക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ.